കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് എ.പി. അനിൽകുമാർ പാണക്കാടെത്തി കൂടിക്കാഴ്ച നടത്തുന്നു. സാദിഖലി തങ്ങളുമായും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായാണ് കൂടിക്കാഴ്ച. ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിവരങ്ങളുമായി. ജംഷീർ, ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വല്ല സവിശേഷതയുമുണ്ടോ? നിഷാന്ത്, തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ കോൺഗ്രസിനകത്തും സജീവമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ സജീവമായി നടക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തകർ തമ്മിലൊക്കെ സജീവമായി നടക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് കൂടെയായിട്ടുള്ള എ.പി. അനിൽകുമാർ. അത് എടുത്തു പറയേണ്ടത് കെ സി വേണുഗോപാലിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലങ്കൈ എന്ന് പറയപ്പെടുന്ന കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് എ.പി. അനിൽകുമാർ ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായി പാണക്കാട് എത്തിയിരിക്കുന്നത്. പാണക്കാട് എത്തുകയും പി.കെ. കുഞ്ഞാലിക്കുട്ടി അതോടൊപ്പം തന്നെ സാദിഖലി തങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. ചർച്ച നടത്തിയതിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ തീർത്തും സൗഹൃദ സംഭാഷണം എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിന് ആ തരത്തിലുള്ള ഒരു മാനങ്ങൾ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രി ആരാകണം സംബന്ധിച്ച് ചർച്ചകൾ സജീവമാകുന്ന ഒരു ഘട്ടത്തിലാണ്. ഇത്തരത്തിൽ എല്ലാ സമയത്തും ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കെ.സി. വേണുഗോപാലിന് വേണ്ടി സാഹചര്യം കളവും ഒരുക്കി കൊടുത്തിരുന്ന അദ്ദേഹത്തിന്റെ വലങ്കൈ എന്ന് പറയപ്പെടുന്ന കെ.പി. അനിൽകുമാർ, കെ.പി.സി. വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ.പി. അനിൽകുമാർ ഇപ്പോൾ പാണക്കാട് എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ആ ഒരു മാനം അതിനെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ ഈ മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച് ചർച്ചകൾ സജീവമാകുന്നു. പല ഘട്ടങ്ങളും വി.ഡി. സതീശന്റെ പേര് ഉയരുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് എ.പി. അനിൽകുമാർ പക്ഷക്കാർ കെ.സി. വരണം എന്നുള്ള ആവശ്യമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് നിർണായകമായിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ച പാണക്കാട് വെച്ച് നടക്കുന്നത്. പ്രത്യേകിച്ച് പി.കെ. കുഞ്ഞാലിക്കുട്ടി തങ്ങളുമായിട്ടും എ.പി. അനിൽകുമാർ ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അല്പം മുമ്പാണ് അദ്ദേഹം ഇവിടെ എത്തി ഇവരുമായി ചർച്ച നടത്തിയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം മടങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനെ ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു സാഹചര്യത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് പാണക്കാടെത്തി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും പാണക്കാട് തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തിപ്പോയി.